ഓ എത്ര നേരെ വിളിക്കുന്നു. ഇയാളെന്താ ഫോൺ എടുക്കാത്തത്? എത്തിടാ, എത്ര നേരെ വിളിക്കുന്നു ഷിംസുക്ക. എന്താ അൻവർക്ക, ജോലിയൊക്കെ കിട്ടിയിട്ട് ചെലവൊക്കെ ചെയ്യാതെ പോവാണോ? ജോലിയൊന്നും ആയില്ല, വിസിറ്റിന് പോവുക. പോയി വന്നിട്ട് ചെലവ് തരാം. അപ്പോഴേക്കും ഞാനങ്ങ് ജർമ്മനിയിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ ജോലിയൊക്കെ ശരിയായോ? പിന്നല്ല, ബെർലിൻ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടാണ്. കൂടെ ആരൊക്കെയുണ്ട്? ഹേയ്, കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അറിയാത്ത നാട്ടില്, അതും നീ ഒറ്റക്ക്? ലോകത്തിൽ എല്ലായിടത്തും ഇപ്പൊ പെണ്ണുങ്ങൾ പോകുന്ന കാലല്ലേ അൻവർക്ക. ഓ പെണ്ണുങ്ങള്, നിങ്ങക്ക് പിന്നെ എവിടെ പോയാലും ജോലിയൊക്കെ ശരിയാവുമല്ലോ. യാത്ര ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖല്ലേ? നീ ആകെ ക്ഷീണിച്ചണല്ലോ. കുഴപ്പമില്ലടാ, ആദ്യമായിട്ട് വരുന്നതിന്റെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്. വണ്ടിയുടെ ഉള്ളേ. അൻവറ, നിന്റെ ഫാത്തിമാന്റെ ഹാലെന്താ ഇപ്പോ? അല്ലടാ, നിങ്ങളെ കല്യാണത്തിന്റെ കാര്യമൊക്കെ എന്തായി? എന്റെ ചെങ്ങായി, എന്റെ പെങ്ങളെ കല്യാണത്തിന് ലോൺ എടുത്ത് അടച്ചടച്ച് ഞാൻ മുടിഞ്ഞ്. നിന്റെ ഹാമിനുമാന്റെ ഹാലെന്താടപ്പോ? ഏയ് കുഴപ്പമില്ലടാ, ഇപ്പഴും കോയമ്പി തന്നെയാണ് പോകുന്നത്. ആ അടാ, അപ്പൊ സുർമിത്താന്റെ കല്യാണോ? ആമിനുമോ, കോയല്ലേ ഇളക്കി വിട്ടിട്ട് നിങ്ങൾ എവിടെ പോയി കിടക്കണ്? ആ മൊഞ്ചത്തി ആയിട്ടുണ്ടല്ല. ഉമ്മ വിളിക്ക്. ഞാൻ ഉമ്മയെ വിളിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ. ചൂട് പടച്ചോനെ, എന്ത് ചൂട്! ആമിനുമ്മ, കായ് കുറച്ച് കുറവാണെങ്കിലും ഒരു വലിയ തറവാട്ടുകാരാ. പിന്നെ നിങ്ങളോള് അന്യനാട്ടിൽ കിടന്ന് കാണിക്കണ കോപ്രായ തോന്നിയാസങ്ങളെല്ലാം നാട്ടുകടയിൽ പാട്ടാണ്. അത് നിങ്ങൾ ഓർമ്മിക്കണം. അതിനോൾ എന്ത് ചെയ്തെന്നാ ഹൈദരായി പറയുന്നേ? ഉപ്പ മരിച്ചതിന് ശേഷം അന്യ നാട്ടിൽ പോയി കിടന്ന് എന്റെ കുഞ്ഞ് കഷ്ടപ്പെട്ട് ഈ കടങ്ങളെല്ലാം വീട്ടിയതാ അവള് ചെയ്ത തെറ്റ്. പടച്ചും പോലും പൊറുക്കത്തില്ല നിങ്ങളോട്, കേട്ടാ? ഞാൻ എന്നാക്കണം ആമിനുമ്മ? വിദ്യാഭ്യാസം വിവരമില്ല തൊട്ടത്തെ മുഞ്ചത്തി പെങ്കൊച്ച്. അന്യനാട്ടില് വേറെ ആരും ചോദിക്കാനും പറയാനുമില്ല. ഇഷ്ടം പോലെ കാശ്. പിന്നെ നാട്ടുകാർ പറയണ വല്ലതും പറയാൻ പറ്റുമോ? പിന്നെ ഓളെക്കുറിച്ച് നല്ലപോലെ ഒന്ന് അന്വേഷിച്ചോളി. പറഞ്ഞില്ലെന്ന് വേണ്ട, കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ കുടുംബം മൊത്തം ചീത്തകളാ. എണീക്കടോ, ഉപ്പാന്റെ പ്രായം ഞാൻ നോക്കില്ല. വീട്ടിൽ കയറി തോന്നിയ ദിവസം പറഞ്ഞല്ലോ, അടിച്ച് കണ്ണേ പൊട്ടിക്കളി. നീ എത്ര പേരുടെ കണ്ണടിച്ച് പൊട്ടിക്കോടാ? ഇറങ്ങിപ്പോടോ, നിന്റെ ഒരു കൊടയും പടി. വേണ്ട മോനെ. ഇവരോടൊക്കെ പടച്ചവൻ ചോദിച്ചോളും.
എടാ വായി തുറന്ന് സംസാരിക്കടാ. എന്താ നിന്റെ പ്രശ്നം സത്യത്തിൽ? ഒന്നുമില്ലടാ. എനിക്ക് ഓൾ എവിടെയാന്ന് എനിക്ക് അറിയണം. ആര്? എൻ്റെ സുർമി താത്ത. അപ്പൊ നീ സർപ്രൈസ് കൊടുക്കാൻ അങ്ങോട്ട് വന്ന്? ആരും അറിയില്ല. നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് കേട്ട് മടുത്ത്. ബിലാലെ, ഓളെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കില്ലേ? അൻവർ, അത് എന്ത് ചോദ്യമാണ്? നിന്റെ പെങ്ങൾ എൻ്റെ പെങ്ങൾ തന്നെയല്ലേ? നീ പോയി കിടക്കാൻ നോക്ക്. ഫാത്തിമ, നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തതാണോ നിന്റെ പ്രശ്നം? ജോലിയൊന്നും അല്ല എൻ്റെ പ്രശ്നം. എനിക്കൊരു ജോലി ആക്കി തരാൻ എൻ്റെ ഉപ്പ വിചാരിച്ചാലൊക്കെ നടക്കും. പിന്നെ എന്താ ഫാത്തിമ എൻ്റെ ഉപ്പാൻ്റെയും പ്രശ്നം? എന്നോടൊരു ഇഷ്ടക്കേട് എനിക്കും ഇല്ല, എൻ്റെ ഉപ്പാക്കും ഇല്ല. പക്ഷേ നാട്ടുകാരും വീട്ടുകാരും സുറുമിത്താത്താനെ പറ്റിയിട്ട് പറയുന്നത് കേൾക്കുമ്പം എനിക്ക് തന്നെ കരച്ചിൽ വരിക. ഫാത്തിമ, നീ കരുതുന്ന പോലല്ല. അൻവർക്ക ഹലോ. ഇല്ലടാ, ഞാനില്ല. എനിക്കൊരു മൂടില്ല. ഓക്കെ ഓക്കെ. ബാബാ, സെയിൻ, സെയിൻ, സുർമി സെയിൻ. ആ ക്यों? ബാബാ, ബാബാ, ഓക്കെ ഓക്കെ. സെയിൻ, സെയിൻ, സുർമി സെയിൻ, സെയിൻ. സുർമി, ആ മാമാ, അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. അൻവറേ, അൻവറേ, നിങ്ങൾ എന്താ ഇവിടെ? എന്ത് കോലായത്? നിങ്ങളൊന്ന് കേറി വാ ഇങ്ങോട്ട്. ബാബാ, ബാബാ, സുർമി, മീൻഹാർ. my brother. Why? Yes, my brother. Your brother? He has come down for her birthday? Hi, Istri. സുർമി, ലേശിന്ത മൈഗുൽ ആലി. It's a birthday tomorrow. Please stay for that. Surmi, please give them something to eat. ആ മാമാ.
എടാ അൻവറേ, കള്ള നായിന്റെ മോനെ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. കടല് കടന്ന് ജോലി തേടി പോകുന്ന പെണ്ണുങ്ങളെല്ലാം പേച്ചവരാണെന്നുള്ള വിചാരം അത് നീ നിർത്തിക്കോ. അയ്യോ അൻവറേ, അൻവറേ, ഓക്കെ അല്ലേ നീ? പോട്ടെ. സാരമില്ല, പോട്ടെ. സുറുമേ, സുറുമേ. സുറുമയെ അറിയാതെയും സുറുമയുടെ വേദനയുടെ വഴികളിലൂടെ നടന്നു ചെല്ലാതെയും കഥകൾ മനയുന്നവരോട് നേർക്കാഴ്ചയുടെ സത്യപ്രകാശം മറയ്ക്കാൻ മിഥ്യയുടെ മറപടത്തിനാവില്ലല്ലോ. യുഗം